ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ബാലസംഘത്തിൻ്റെ സ്ഥാപക ദിനമായ ഡിസംബർ 28 കേശുദാസുരം വില്ലേജ് കാർണിവൽ എന്ന പേരിൽ ബാലസംഘം കുട്ടികളെല്ലാവരും കൂടെ അവതരിപ്പിച്ച ഒരു കുഞ്ഞ് പ്രോഗ്രാമായിരുന്നേ. അപ്പം അതിൽ നമ്മുടെ പൊന്നുവും മാധവും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ പഴയ ആൻറ്റിക് സാധനങ്ങളുടെ ഒരു കളക്ഷനാണ് വെച്ചിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ പൊന്നുകുട്ടിക്കും മാധുക്കുട്ടിക്കും അറിയാവുന്നത് എന്നുള്ളത് അവർ പറയും കേട്ടോ. അപ്പൊ അതൊന്ന് നമുക്ക് കേട്ട് നോക്കിയാലോ. ഇത് പണ്ട് ആൾക്കാർ മോര് കുടിക്കുന്ന ഗ്ലാസ് ആണ്. പിന്നെ ഇത് രാജാവാണ്, മഹാരാജാവ് പണ്ടത്തെ. ഇത് ഫോട്ടോ ഫിലിമാണ്, അച്ഛന്റെ ടൈപ്പ് ഫോട്ടോ ഫിലിം. ഇത് കല്യാണത്തിലൊക്കെ പനിനീര് തളിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതാണെങ്കിൽ ചെടിയില് സ്പ്രേ അടിക്കണ മെഷീന്. ചെടിയില് അടുത്ത ചെടിയില്. പിന്നെ ഇത് വിന്റേജ് ബൗൾ ബാസ്കറ്റ് ആണ്. ഇതില് ഫ്രൂട്ട്സ് ഒക്കെ വെക്കാം. പിന്നെ ഇത് സർവിങ് പ്ലേറ്റ് ആണ്. പിന്നെ ഇത് പണ്ടത്തെ ആൾക്കാര് ബുക്കില്ലാത്തോണ്ട് ഇത് ഈ പനോല വെച്ച് എഴുതിയേക്കുന്നതാണ്. പിന്നെ ഇത് സരസ്വതി ദേവി വീണയാണ്. ഇതൊരു വീണയാണ്. വീണ തന്നെ 4 തരത്തിലുണ്ട്: സരസ്വതി വീണ, വിചിത്ര വീണ, ചിത്രവീണ, രുദ്രവീണ. ഈ വീണ സരസ്വതി വീണയാണ്. ഇത് ഇന്ത്യൻ കർണാടക മ്യൂസിക്കിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് ചന്ദന ഉരയ്ക്കുന്ന കല്ലാണ്. ഇതിലാണ് പണ്ട് ചന്ദനം ഉരച്ച് അമ്പലങ്ങളിലെല്ലാം വെക്കുന്നത്. പണ്ട് പോറ്റികൾ ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന പലകയായിരുന്നു. മുടുക്കാനും മരുന്നും ഒക്കെ ഇരിക്കുന്ന കല്ല്. ഇത് കോളാമ്പി. പണ്ട് അപ്പൂപ്പന്മാരും മുത്തശ്ശിമാരും ഒക്കെ മുടുക്കാൻ കഴിച്ചിട്ട് തുപ്പാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കല്ല്, ഇത് ഉപകരണമാണ്. ഇത് ടൈം പീസ്, പണ്ടത്തെ ടൈം പീസ് ആണ്. ഇതൊരു വിന്റേജ് വേസ് ആണ്, പഴയ ഫ്ലവർ വേസ്. ഇത് ക്യാൻഡിലൊരു സ്പ്രിങ് ഉണ്ട്. ഇത് താഴ്ന്ന് ക്യാൻഡിൽ വെച്ചിട്ട് താഴ്ന്ന് വരുമ്പോ ആ സ്പ്രിങ് പൊങ്ങി ഇങ്ങനെ വരും. മണ്ണെണ്ണ വിളക്ക്. ഇതിന്റെ അകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തിരി ഇതിൽ കൂടെ ഇട്ട് കത്തിക്കുന്നതാണ് ഇത് മണ്ണെണ്ണ വിളക്ക്. ഇത് പഴയ കോയിൻസ് ഒക്കെയാണ്. ഇത് പഴയ മെമ്മറി കാർഡും സിമ്മും. ഇത് പറയാണ്. ഇത് പണ്ട് കാലത്ത് ധാന്യങ്ങൾ അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ്. ഇത് ഗ്രാമഫോണാണ്. പണ്ട് കാലങ്ങളിൽ പാട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഈ CD വെച്ചിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഇത് ഗ്രാമഫോണിന്റെ ഒരു കുഞ്ഞു മിനിയേച്ചറാണ്. ഇത് ഇസ്തിരിപ്പെട്ടിയാണ്. ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കുന്നത് ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള കനല് എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇത് പഴയ റേഡിയോകളാണ്. വാൽക്കണ്ണാടി, ആറന്മുള വാൽക്കണ്ണാടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മെറ്റൽ കോട്ടിങ് കൊണ്ടാണ് വരുന്നത്. പിന്നെ ഇതിലിങ്ങനെ തൊടുമ്പം ഗ്യാപ്പ് വരൂല. സാധാരണ കണ്ണാടികളിൽ ഗ്യാപ്പ് വരും. ഇത് പഴയ പ്രമാണമാണ്. ഇത് ഗോലി സോഡയുടെ കുപ്പി. ഇത് കിണ്ടി. പണ്ടുള്ള കാലത്ത് വെള്ളമൊക്കെ ശേഖരിച്ച് വയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് ടീമകാണ്, ചായയൊക്കെ ഒഴിച്ച് വയ്ക്കാനുള്ള മകാണ്. അപ്പൊ ഇതാ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വേറെ യൂണിറ്റുകളിൽ നിന്നൊക്കെ ഉള്ള കുട്ടികൾ, ബാലസംഘത്തിലുള്ള കുട്ടികളില്ലേ, അവരൊക്കെ ദാ ഇതുപോലെ ഇങ്ങനെ കാണാനൊക്കെ വന്നു കേട്ടോ. അപ്പൊ പൊന്നും മാധവും പിന്നെ അവർക്ക് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നതിന്റെ തിരക്കിലെ. അപ്പൊ പിന്നെ ഞാൻ കരുതി നമ്മുടെ വീഡിയോക്കാളിലും പ്രധാനം അതാണല്ലോ, അവര് അവിടെ ചെന്ന് നിൽക്കുന്നതും അതിനാണല്ലോ, അതുകൊണ്ട് പിന്നെ അത് നടക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഓരോ യൂണിറ്റുകാരും ഓരോന്നായിരുന്നു. പിന്നെ ചിലര് ഫുഡ് കൊണ്ടുവന്ന യൂണിറ്റുകളുണ്ട് കേട്ടോ. അപ്പൊ അതില് ചപ്പാത്തി, അതുപോലെ മുളകുടച്ചത്, ചമ്മന്തി, കപ്പ അവിച്ചത്,
അങ്ങനെ പഴയതും പുതിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇത് കണ്ട ചക്ക ആവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പഴയ ഫുഡുകളാണ്. കപ്പ, ചക്ക ഒക്കെ ഇന്നത്തെ കുട്ടികൾക്ക് അത്ര വലിയ പ്രിയമുള്ളതാവാൻ വഴിയില്ല. പക്ഷെ അതും പിള്ളേർ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അവർ അതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ കറി ഇതുണ്ടെങ്കിൽ പിന്നെ പിള്ളേർ എന്തും കഴിച്ചോളുമല്ലോ ഇപ്പോഴത്തെ. അപ്പൊ പിള്ളേരുടെ ഇഷ്ടം അനുസരിച്ച് രുചി അനുസരിച്ചാണ് അവർ വിളമ്പിയത്. പഴയതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ആ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ യൂണിറ്റുകാരും ഓരോന്നായിരുന്നു. അതാ ചിലര് ഐസ് സ്റ്റിക്ക് ഉണ്ടല്ലോ അത്, പായസം അടിപൊളി പായസമായിരുന്നു കേട്ടോ. അപ്പൊ കടലപ്രഥമനും ഉണ്ടായിരുന്നു, സേമിയ പായസവും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വിഭവങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ അവിടെ വന്നിരുന്ന വലിയ ആൾക്കാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ മുട്ടട ആലപ്പുറം കുളത്തിന്റെ അവിടെ വെച്ചിട്ടായിരുന്നു ഈ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ആ ചപ്പാത്തി ബാക്കിയുള്ളത് സൈഡിലോട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അവിടെ തീരുന്നതനുസരിച്ച് അങ്ങോട്ട് കൊടുക്കും കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഫ്രൂട്ടി ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് അല്ലേ, അപ്പൊ പ്ലം കേക്ക്, പിന്നെ ഉണ്ണിയപ്പം, മീറ്റ് കട്ട്ലേറ്റ് കണ്ടോ, മീറ്റ് കട്ട്ലേറ്റ് ആണേ. പിന്നെ അച്ചപ്പം ഉണ്ടായിരുന്നു, വറ്റലുണ്ടായിരുന്നു, ഉപ്പേരി, പിന്നെ ചായ. ഇത്രയാണ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ അപ്പുറത്തെ സൈഡിൽ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നേ. അതായത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കര തകൃതിയായ ബഹളം തന്നെ ആയിരുന്നേ. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ മാതുക്കുട്ടിക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോ മാതുക്കുട്ടി പ്ലേറ്റ് എടുത്തൊക്കെ വാങ്ങുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മാധൂസെ ഈ കപ്പയും ചക്കയും ഒക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഓരോ പീസ് വീതം ഇങ്ങനെ അവര് പിന്നെ എല്ലാ കുട്ടികളുടെ അടുത്തും ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണോ, ഒരെണ്ണം കഴിച്ചു നോക്കും മോളെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ മാധുവിന്റെ അഭിപ്രായം നമുക്കൊന്ന് കേട്ടാലോ. അപ്പൊ പ്രോഗ്രാമിനൊക്കെ ഇരുന്നതെല്ലാം കുഞ്ഞു കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് വിശക്കുന്നുണ്ടാവൂലേ. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒന്ന് നിർത്തി വെച്ചിട്ട് എല്ലാവരുടെ അടുത്തും വന്ന് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ അതിന്റെ ഉള്ളിലിരുന്ന അകത്തെ സ്റ്റേജ് പ്രോഗ്രാമിലിരുന്ന കുട്ടികളും എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡൊക്കെ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അവരവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയതും കേട്ടോ. അപ്പൊ നല്ലൊരു ഈവന്റ് ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് സഹകരിക്കാനും ഒക്കെ ഉള്ള ഒരു വേദിയായിട്ട് എനിക്കത് തോന്നി. അപ്പൊ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.